ഇന്നൊരു കർണാടക സ്റ്റൈൽ ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി ചെയ്യാനുള്ള എല്ലാ കൂട്ടുകളും റെഡിയാക്കി കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കോലം, പിന്നെ ഗ്രാമ്പൂ, 2 ഏലക്ക, അതിനുശേഷം കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ബിരിയാണീൻ്റെ കൂടെ നമ്മൾ ഇടുന്നതാണ്. പിന്നെ ബേ ലീഫ്, അത് ഞാൻ കീറി നല്ല ജീരകം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില എല്ലാം കൂടെ ഞാൻ കഴുകാൻ വേണ്ടി പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് അമ്മ വലിയൊരു പാത്രത്തിൽ എടുത്തിട്ട് പുരട്ടുകയാണ്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ അമ്മ ഇതെല്ലാം പുരട്ടി എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട്. പിന്നെ മസാല ഐറ്റംസ് എല്ലാം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടൊന്ന് സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അതിന് ചെറുതായിട്ടൊന്ന് ഉപ്പിടുന്നുണ്ട് അമ്മ. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം മല്ലിയില, പുതിനയിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വരണം മൊത്തത്തിൽ എല്ലാം ഒന്ന്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റുന്നുണ്ട് അമ്മ. കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചൊന്ന് ഒന്ന് വഴറ്റണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. വഴണ്ടി വന്നതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ചൂടാറാൻ വേണ്ടിയുള്ള വെച്ചേക്കുകയാണ്. ചൂടാറിയതിന് ശേഷം അമ്മ മിക്സിയിലിട്ട് എല്ലാം നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുപ്പിലേക്ക് ബിരിയാണി പാത്രം വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഇടുന്നുണ്ട്, ഒപ്പം തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ അതിന് ശേഷം സവാള അരിഞ്ഞതിട്ടു. ആദ്യം മസാലക്കൂട്ടായിരുന്നു ഇടേണ്ടത്, മറന്നുപോയി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഇട്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് വഴണ്ടി വരണം. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, വേറെ 2 പേർക്കും കൂടെ ഒക്കെ എല്ലാവർക്കും കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഇത്രയും തോനെയായി പോയത്. ഞങ്ങൾ വെക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ ഇച്ചിരി കൂട്ടുകാർക്കും ഇവരൊക്കെ ഇച്ചിരിയൊക്കെ കൊടുക്കുമല്ലായിരിക്കും. അതനുസരിച്ച് ചിക്കൻ വാങ്ങിച്ച് ബിരിയാണി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊച്ചുകൾക്കൊക്കെ ഇച്ചിരി കൊടുക്കുന്നതാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം അതൊന്ന് വേവാനുള്ള സമയം കൊടുക്കുക. കുറച്ച് നേരത്തേക്കൊന്ന് വേവാൻ വേണ്ടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കുറച്ചുണ്ടായത് കൊണ്ട് അതൊക്കെ ഒന്ന് പറ്റി വരണം. ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടണം. 3.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് അരിയിടാൻ പോവാണ്. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായത് കൊണ്ട് 3 ഗ്ലാസ് വെള്ളം മാത്രമാണ് അരിക്ക് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. 15 മിനിറ്റോളം തീ സിമ്മിലിട്ട് വേണം വേവിക്കാൻ. അകത്ത് ബിരിയാണിയുടെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കുമ്പോൾ പുറത്ത് പൂച്ചക്കുട്ടന്മാർ ചോറിന് വേണ്ടിയിട്ട് ബഹളം കൂട്ടുന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ അച്ഛനാണ് മുത്ത് വല്ലപ്പോഴേ വരത്തുള്ളൂ. അവനിങ്ങനെ പരസ്ത്രീ ബന്ധം ഉണ്ടായതുകൊണ്ട് അവൻ ഇവിടെ ഉണ്ടാവില്ല, എവിടെങ്കിലുമൊക്കെ പോവും. നിങ്ങളുടെ മുത്തും നിങ്ങളുടെ കുഞ്ഞിപ്പെണ്ണും കൂടെ ചോറ് തിന്നോ, അച്ഛനും മോളും കൂടെ ചോറ് തിന്നോ. നമുക്ക് നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കിയിട്ട് വരാം. ബിരിയാണി അമ്മ അടപ്പൊക്കെ തുറന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ടേബിളിൽ കൊണ്ട് വെച്ചിട്ട്. നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട് അല്ലേ, നല്ല മണല്ലേ മണമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജുങ്കാപ്പയ്ക്ക് നമ്മുടെ പട്ടിക്കുട്ടന് കൊടുക്കാൻ വേണ്ടി അമ്മ ചിക്കൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. അവൻ അപ്പം തന്നെ വയറ്റിലാക്കുകയും ചെയ്തു. അത് അപ്പം തന്നെ ഞാനും കഴിക്കാനിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. കൈ ഇട്ടപ്പോൾ തന്നെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻസിലൂടെ അറിയിക്കുക. അതിൻ്റെ കൂടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.